സ്വാഭാവികമായിട്ടും മന്ത്രിമാരുൾപ്പെടെയുള്ള ജനപ്രതിനിധികളുൾപ്പെടെയുള്ള പത്രപ്രവർത്തകരുൾപ്പെടെയുള്ള മാധ്യമ ശൃംഖലയുടെ എല്ലാ ഭാഗത്തുള്ള ആളുകൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു മനസ്സായി ഈ ദുരന്തത്തെ അഭിമുഖീകരിക്കാൻ അവരെ പ്രാപ്തമാക്കുന്നതിന്, ജനങ്ങളെ പ്രാപ്തമാക്കുന്നതിന് ഫലപ്രദമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അവരോടെല്ലാമുള്ള നന്ദിയും ഞാൻ ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. എല്ലാം മാറ്റിവെച്ചുകൊണ്ട് അവരുടെ കുടുംബത്തെ, അതുപോലെ തന്നെ ഈ ആഘാതം, ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ആഘാതം വളരെ വളരെ വലുതാണ്. രക്ഷപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള ആളുകൾ തന്നെ യഥാർത്ഥത്തിൽ ഒരു വിഭ്രാന്തിയിലാണ് ഇപ്പോഴുള്ളത്. അവരെല്ലാം ആവശ്യമായ രീതിയിലുള്ള കൗൺസിലിങ്ങും അവർക്ക് ഒറ്റ കാലിൽ നിൽക്കുന്നതിന് വേണ്ടിയുള്ള ശേഷിയും ഒക്കെ രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള ഇടപെടൽ ഉൾപ്പെടെ ഉണ്ടാവേണ്ടിയുണ്ട് എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. എല്ലാവരുടെയും നിര്യാണത്തിൽ, മരണത്തിൽ, ദുഃഖത്തിൽ അനുശോചിച്ചുകൊണ്ട് CPIM സംസ്ഥാന കമ്മിറ്റിയും ഇന്നലെ തന്നെ ഞങ്ങൾ ഈ വിവരം അറിഞ്ഞപ്പോൾ അവിടെ നിന്ന് വരികയാണ് ചെയ്തത്. ഇവിടെ എത്തുമ്പോഴേക്ക് 1 മണി കഴിഞ്ഞതുകൊണ്ടാണ് ഇവിടെയും പോകാൻ സാധിക്കാതിരുന്നത്. അപ്പോഴേക്ക് തിരച്ചിൽ ഉൾപ്പെടെ അവസാനിപ്പിച്ചിരുന്നു. ഞങ്ങൾ ആശുപത്രിയിലും സംഭവ സ്ഥലത്തും എല്ലാം ഇപ്പോൾ സഖാവ് MP ജയരാജനുണ്ട്, ഇവിടെ PK ബിജു ഉണ്ട്, ഇന്നലെ തന്നെ സഖാവ് A വിജയരാഘവൻ ഉൾപ്പെടെ എത്തിയിരുന്നു, മന്ത്രിമാരെല്ലാം എത്തിയിരുന്നു. എല്ലാവരും ചേർന്ന് നടത്തിയിട്ടുള്ള ഈ പ്രവർത്തനം, അതുപോലെ പ്രതിപക്ഷ രംഗത്ത് പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ KC വേണുഗോപാൽ ഉൾപ്പെടെ എല്ലാവരും എത്തി. അങ്ങനെ നടത്തിയിട്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം യഥാർത്ഥത്തിൽ മാതൃകാപരമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനിയും നമുക്ക് ആ രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കട്ടെ എന്നാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. അല്ല, തുടർ നടപടികൾ ആലോചിച്ച് തീരുമാനിക്കണം. ഹൈക്കോടതിയുടെയും അതുപോലെ തന്നെ ഭരണകൂട സംവിധാനത്തിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും പൊതുവെ ജനങ്ങളുടെയും എല്ലാം കൃത്യമായിട്ടുള്ള ധാരണയോടുകൂടി ഏതെങ്കിലും ഏകപക്ഷീയമായൊരു തീരുമാനത്തിലേക്ക് പോയാൽ അത് പിന്നെ വെറുതെ വേണ്ടാത്ത രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുക. അത് സ്വാഭാവികമായിട്ടും ഈ ഒരു പശ്ചാത്തലത്തിൽ 10-14 ആളുകൾ മരിക്കുക, നിരവധി ആളുകൾ വെന്റിലേറ്ററിൽ കിടക്കുക, ഇങ്ങനെയുള്ള ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് എന്താണ് വേണ്ടത് എന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭരണ സംവിധാനവും ജില്ലാ ഭരണകൂടവും ഹൈക്കോടതിയും എല്ലാം ചേർന്നും ഫലപ്രദമായി ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ഇടപെടൽ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ല, പ്രാഥമികമായ ഒരു അന്വേഷണമാണല്ലോ ഇപ്പോൾ നടക്കുന്നത്. അതിൻ്റെ തുടർച്ചയിൽ അത്തരം അന്വേഷണം കൂടി വേണം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. സമഗ്രമായൊരു അന്വേഷണം തന്നെ നടക്കേണ്ടതുണ്ട്. ആ അന്വേഷണം നടക്കട്ടെ. അതിലിപ്പോൾ ഇവിടെ ആർക്കും തർക്കം ഉണ്ടാവേണ്ട കാര്യമില്ല. വിദ്വേഷ പ്രചരണം നടത്താൻ ഒരു വിഭാഗം ശ്രമിക്കുന്നുണ്ട്. അത് ഒരു ഭൂഷണ എല്ലാ വിദ്വേഷ പ്രചാരവേലയും ഈ സന്ദർഭത്തിൽ അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. എന്തും എഴുതാനും എന്തും പറയാനും അവകാശമുണ്ട് എന്നുള്ളതുകൊണ്ട് ഇതുപോലുള്ള സന്ദർഭത്തിൽ അതിനെ തെറ്റായ രീതിയിലേക്ക്, തെറ്റായ ദിശയിലേക്ക് നയിക്കാൻ പാടുള്ളതല്ല. അതെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അതാണ് സംബന്ധിച്ച് പറയാനുള്ളത്.